ഇന്നേ താള് പുളിങ്കറി വയ്ക്കാൻ പോവുക. ഒരു വറുത്തരച്ച പുളിങ്കറി. ഇനിയിപ്പോൾ ഇഷ്ടം പോലെ താളല്ലേ. താളെന്ന് പറഞ്ഞാൽ ഇവിടെ ചെമ്പിൻ്റെ തണ്ടെന്നോ എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ താളെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ കാണിച്ചു തരാം. അപ്പോൾ ഒരു വറുത്തരച്ച് സാധാരണ സിമ്പിൾ കേട്ടോ, അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒരു നാടൻ കറി, ഒരു ഒഴിച്ച് കറി. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. ഒരു 3-4 പീസ് കേട്ടോ, വലിയ പീസില്ലേ, അത് ഞാൻ ഇങ്ങനെ രണ്ടാക്കി മുറിച്ച് വെച്ചതാണ്. ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് വയ്ക്കാം. പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 2 പച്ചമുളകും കൂടി ചേർക്കുക കേട്ടോ. എന്നിട്ട് നമുക്കത് വേവിക്കാം. ഇനി കുറച്ച് വറക്കാനുണ്ട്. അതായത് വെളിച്ചെണ്ണയിൽ ഒരു 4-5 വറ്റൽമുളക്, പിന്നെ വെളുത്തുള്ളി, ഒരു ചെറിയ സവാള എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നാളികേരം ഞാൻ 2 ടേബിൾ സ്പൂൺ ആട്ടോ എടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറിയിട്ട് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കഷ്ണം അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തു. പിന്നെ 1 സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർക്കുക കേട്ടോ. കാരണം ഞാൻ മല്ലിയൊന്നും വറുത്തില്ലല്ലോ, മുളക് മാത്രമല്ലേ വറുത്തുള്ളൂ. അപ്പോൾ അത് കാരണം ആ സാമ്പാർ പൊടിയിൽ നമ്മളെല്ലാം കൂടി ഉണ്ടല്ലോ, പരിപ്പും. അപ്പോൾ പിന്നെ കുറച്ചൊരു കൊഴുപ്പും കിട്ടും കറിക്ക് വേണ്ടി, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മുളക് എല്ലാം കൂടി വറുത്ത് വെച്ചത് അരച്ചെടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്നും കൂടി തിളപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ വറ്റൽമുളക് ഞാൻ ഒരുപാട് ഇട്ടു എന്നോ സാമ്പാർ പൊടിയുടെ ഒക്കെ കൂടി എരിവാന്ന് വിചാരിക്കണ്ട കേട്ടോ. ആ വറ്റൽമുളക് ഒട്ടും എരിവില്ലാത്തതാണ്, അതുകൊണ്ടാണ് 5-6 ഇട്ടത്. പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും പിന്നെ വറ്റൽമുളകും കൂടി ചേർത്ത് വറുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ താള് പുളിങ്കറി റെഡിയായി. പിന്നെ ഇതിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയിലും നമുക്ക് കടുക് വറുക്കാം കേട്ടോ. വേറൊരു വെറൈറ്റി ടേസ്റ്റായിട്ട് വരും. അങ്ങനെ എൻ്റെ താള് പുളിങ്കറി റെഡിയായി കഴിഞ്ഞു. ഇനി ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ ഈ ചൂട് പുളിങ്കറി കൂട്ടി ഒഴിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകം തന്നെയാണ് കേട്ടോ.